സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാം നിലനിൽക്കുമെന്ന് വിചാരിക്കരുത്. നിലനിൽക്കുന്നത് ദൈവം മാത്രമാണ്. അധികാരങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല. സമ്പത്ത് നിലനിൽക്കുകയില്ല. ദൈവം മാത്രമാണ് നിലനിൽക്കുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ മാത്രം ശ്രദ്ധ പതിച്ച് ജീവിക്കുമ്പോൾ ദൈവം ഓരോരുത്തരുടെയും ഹൃദയഭാവം നോക്കുകയാണ്. അധികാരത്തിനു വേണ്ടി മാത്രം ആഗ്രഹിച്ചു നടക്കുന്നവർ, സമ്പത്ത് മാത്രം ആഗ്രഹിച്ചു നടക്കുന്നവർ അതുമാത്രം നിലനിൽക്കുമെന്ന് വിചാരിക്കുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തിനെതിരായി തെറ്റു ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യത കാണിക്കുന്നവർ മനസ്സിലാക്കണം, നിന്റെ ഹൃദയം കർത്താവ് കാണുകയാണ്. ഒരുവന് അവന്റെ ശരീര സൗന്ദര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവം അവന്റെ മനസ്സ് ശ്രദ്ധിക്കുന്നു. ദൈവം അവന്റെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുന്നു. ദൈവത്തോട് അവന്റെ ബന്ധം എത്രയാണെന്ന് ദൈവം അന്വേഷിക്കുന്നു. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ രാജപദവിയിലേക്ക് ഉയർത്തിയത് ദൈവിക പദ്ധതിയുടെ തീരുമാനത്തോടെയാണ്. ദാവീദിന്റെ ഹൃദയഭാവം ദൈവം കണ്ടതുകൊണ്ടാണ്. കർത്താവ് സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ബത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് ചെല്ലുക. അവന്റെ ഒരു മകനെ രാജാവായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ പ്രവാചകൻ കടന്നു ചെന്ന് ജസ്സയുടെ പുത്രന്മാരെ ബലിയർപ്പണത്തിന് വിളിച്ചു വരുത്തി. തുടർന്ന് അഭിഷേകം ചെയ്യുവാൻ ആകാരവടിവും ഉയരവുമുള്ള ജസ്സയുടെ മകൻ ഏലിയാബിനെ ക്ഷണിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇവനല്ല. വീണ്ടും ജസ്സയുടെ മറ്റൊരു മകൻ അബിനാദാബിനെ വരുത്തി. അവനെയും ദൈവം തിരഞ്ഞെടുത്തില്ല. അങ്ങനെ ജസ്സയുടെ 7 മക്കളെയും സാമുവേലിന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല. അവസാനം ആടുകളെ മേയ്ക്കുന്ന ഇളയ മകൻ ദാവീദിനെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യുക. എന്തുകൊണ്ടാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്? ദാവീദിന്റെ ഹൃദയഭാവം കണ്ടതുകൊണ്ടാണ്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധ പതിക്കുമ്പോൾ കർത്താവാകട്ടെ ഓരോ മനുഷ്യരുടെയും ഹൃദയഭാവം എന്താണെന്ന് അന്വേഷിക്കുന്നു. സ്നേഹമുള്ളവരെ, നല്ല ഒരു മകനും മകളുമായി തീരുവാൻ നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാം. അവിടുന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുവാൻ, നമ്മെ മാനിക്കുവാൻ കർത്താവ് തന്നെ സമർപ്പിക്കുകയാണ്. ഒരു യോഗ്യതയും ഇല്ലാതെ നമ്മെ വേർതിരിച്ച് അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം. ആമേൻ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. കർത്താവേ, ഞങ്ങളോട് അതിദാരുണമായി കാൽവരി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവ്, ഞങ്ങളുടെ പാപങ്ങൾ സകലതും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് മോചനം തന്ന കർത്താവായ യേശുവേ, ഗത്സമനയിൽ ഞങ്ങൾക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിച്ച ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചത് ഞങ്ങൾ ഓർക്കുന്നു.
ഞങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ, മാനിക്കുവാൻ, ജീവനും ജീവശ്വാസവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഗതസമനയിലെ അതിവേദന എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുക്കുവാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദയ ഒന്നുമാണ് കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്തത്. അങ്ങയുടെ കൃപയാലാണ് കർത്താവെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഞങ്ങളുടെ യാതൊരു യോഗ്യതയും ഇല്ല, ഒരു മാന്യതയുമല്ല കർത്താവെ. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് ചുമന്ന്, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങളിതിന് പകരമായി ഞങ്ങൾ എന്ത് കർത്താവെ നൽകും? എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയവൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയവൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം നല്ല കർത്താവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.